പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം കേൾക്കുന്ന ഓരോ തിരുവചനവും നമ്മുടെ ഹൃദയത്തിൽ നൂറുമേനി ഫലം പുറപ്പെടുവിക്കാൻ ദൈവം ഇടവരുത്തും. നമ്മൾ ആദ്യം തന്നെ ഒരു സാക്ഷ്യം കേൾക്കുകയാണ്. കർത്താവിൻ്റെ വലിയ മഹത്വം, അതായത് ഈ നാളുകളിൽ ദൈവം ചെയ്ത വലിയ 2 അത്ഭുതങ്ങളെ ചേർത്ത് പറയുകയാണ്. ന്യൂസിലൻഡിലുള്ള ഒരു ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയിലുണ്ടായ അനുഭവമാണ് ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുക. ആദ്യ ശനിയാഴ്ച നമ്മുടെ ഈ അണക്കര ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ശുശ്രൂഷ നടന്നപ്പോൾ ആരാധന സമയത്ത് കർത്താവ് പാപിയും അയോഗ്യനുമായ എനിക്കൊരു വെളിപ്പെടുത്തൽ നൽകി. ഞാൻ കണ്ടത് ഈ ഒരു വ്യക്തിയുടെ നാവേലുള്ള ഒരു ക്യാൻസർ രോഗത്തെ കർത്താവ് പോയി ഇങ്ങനെ നാക്കയിൽ പോയി തൊട്ട് സുഖപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടു. കർത്താവ് ദർശനത്തോട് കാണിച്ചു തന്നു. ഞാനത് ആരാധന സമയത്ത് ജനത്തിൻ്റെ മധ്യത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ സമയത്ത് കർത്താവ് എവിടെയെന്ന് എനിക്കറിയില്ല, ഒരാളുടെ നാവേൽ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. സത്യമായിരുന്നത്. ന്യൂസിലൻഡിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടായ്മയിലുണ്ടായിരുന്ന ഒരു 60 വയസ്സോളം പ്രായമുള്ളൊരു സഹോദരൻ്റെ നാവിലാണ് സംഭവം ഉണ്ടാകുന്നത്. നാവേലൊരു ചെറിയൊരു ഗ്രോത്ത്, ട്യൂമർ, ക്യാൻസറസ് ആയ സംഭവം. ആകെ ഭയപ്പെട്ട് അവർ നിൽക്കുന്ന സമയം എന്ത് ചെയ്യണമെന്നറിയാൻ മേലാത്ത, നമുക്കറിയാം നാവേൽ ഇതുണ്ടായിക്കഴിഞ്ഞാൽ അത് ചികിത്സ തുടങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ കൂടിക്കഴിഞ്ഞാൽ ഡോക്ടർ പറയും നാവ് മുറിച്ച് മാറ്റേണ്ട പോലും വരുമെന്ന്. ഇത്രയും കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവരങ്ങനെ വേദനയോടെ കഴിയുന്ന സമയം അപ്പോൾ അവർ പറയുക, ഞങ്ങൾ ഇവിടുത്തെ ശുശ്രൂഷയിൽ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കൂടുകയായിരുന്നു. ഇവിടുത്തെ സമയത്ത് അവിടെ ഞങ്ങൾ ഉണർന്നിരുന്ന് 2-3 കുടുംബങ്ങൾ ഒരുമിച്ച് ടെലിവിഷൻ സ്ക്രീനിൻ്റെ മുമ്പിലിരുന്ന്, കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് അവർ പറയുക, നാവിലൂടെ എന്തോ ഒരു കരണ്ടടിക്കുന്ന പോലത്തെ സംഭവം, എന്തോ ഒരു തരിതിരിപ്പ്, നിർത്താൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവർ പറയുകയാണ്, ഈ മുളച്ചിരുന്ന ട്യൂമർ എന്തോ പതുക്കെ അതങ്ങ് മൂവ് ചെയ്യുന്ന പോലെ. പിന്നീട് ഇവർ ആശുപത്രിയിൽ പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ മിറാക്കുലസ്ലി രോഗം പരിപൂർണമായിട്ട് 100% സൗഖ്യപ്പെട്ടു. ന്യൂസിലൻഡ് കൺവെൻഷൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ എൻ്റെ അടുത്തൊന്ന് കണ്ണുനീരോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. അച്ഛാ, ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം, തൻ്റെ മക്കളുടെ കണ്ണുനീരിന് ഉത്തരം കൊടുക്കുന്ന ദൈവം, അത്ഭുതങ്ങൾ അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് താൻ ജീവിക്കുന്നവനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ദൈവം. ഈശോ താൻ ജീവിക്കുന്നവനാണ് സാക്ഷ്യപ്പെടുന്നത്. നമ്മളല്ല ഈശോയാണ് സാക്ഷ്യം. ഈശോ ജീവിക്കുന്നവനാണ്, ഈശോ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോ തന്നെയാണ് താൻ ജീവിക്കുന്നവനാണ് സാക്ഷ്യപ്പെടുന്നത്. രണ്ടാമത്തെ സംഭവം അതും ആ രാജ്യത്തുണ്ടായൊരു സംഭവമാണ്. 12 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന കുടുംബം ചികിത്സകളെല്ലാം ചെയ്ത് പരാജയപ്പെട്ട് ദുഃഖിതരായിട്ട് കഴിയേ അവർ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. ധ്യാനത്തിൽ പങ്കെടുത്തു, കൺവെൻഷനിൽ പങ്കെടുത്തപ്പോഴത്തെ പ്രാർത്ഥനയിൽ അണക്കരയിൽ വന്നിട്ട് ധ്യാനം അവർ കൂടിയെന്ന് അവർ പറഞ്ഞത്. ഫെബ്രുവരി മാസത്തിലാണെന്ന് പറഞ്ഞത്. കൂടിക്കഴിഞ്ഞപ്പോൾ സൗഖ്യം കർത്താവ് കൊടുത്തു, അനുഗ്രഹം കൊടുത്തു. 2 പേരെ യേശു അനുഗ്രഹിച്ചു. ആ നാളുകളിൽ തന്നെ ധ്യാനം കഴിഞ്ഞ് ചെല്ലുന്ന ഉടനെ ഇവൾ ഗർഭിണിയായി. അതും ഇരട്ടക്കുട്ടികൾ, 2 പേർ ഒരുമിച്ച്. ഒത്തിരി സന്തോഷത്തോടെ ഭാര്യയും ഭർത്താവും കൂടെ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി വന്നു. ബൈബിൾ മുഴുവൻ കാണുന്നതല്ലേ, വന്ധ്യകൾക്ക് കുഞ്ഞുങ്ങളെ നൽകുന്ന ദൈവം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിനോടുള്ള വിശ്വാസവും സ്നേഹവും ഹൃദയത്തിൽ കൂടിയിട്ടങ്ങ് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ചിലരുണ്ട് ഇന്ന് മുഴുവനും ആൻറ്റി സ്പിരിറ്റാണ്. എതിർ സ്പിരിറ്റ്. എന്ത് പറഞ്ഞാലും അത് ഓപ്പോസിറ്റ് ചിന്തിക്കാനുള്ളൊരു സ്പിരിറ്റ്. അങ്ങനെ ബൈബിളുണ്ട്, ഒരു എതിർ സ്പിരിറ്റ് ലോകത്തിറങ്ങാന്ന് പറയും. യേശുവിനെ എതിരെ ചിന്തിക്കുക, സുവിശേഷത്തിനെതിരെ, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനെതിരെ അത് വരുന്ന സ്പിരിറ്റ് ലോകത്ത് പ്രവർത്തിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കാനും പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയ ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം വലിയൊരു വചനം, കൃപയുടെ വചനം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന വചനം. അനേക കുടുംബങ്ങളിലും മനസ്സുകളിലും ജീവിതങ്ങളിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു വചനമാണ് നമുക്ക് കേൾക്കാൻ പോകുക. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 45 വരെയുള്ള വചനം. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു, നീ ഇതേപ്പറ്റി ആരോടും
ഒന്നും സംസാരിക്കരുത്, എന്നാൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. മോശയുടെ കൽപ്പന അനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യും. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കുവാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനദേശ പ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്നും വന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഇരുന്നു. നല്ലൊരു വചനമാണിത്. കാടത്തെ ധ്യാനിക്കാം. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ ആഗ്രഹിക്കുന്നത് ശുദ്ധതയാ, വിശുദ്ധി. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. കുഷ്ഠരോഗം നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ടാകും. കുഷ്ഠരോഗം ദേഹത്ത് മുഴുവൻ കുരുക്കൾ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കുഷ്ഠരോഗം ഇത് വലിയ അർത്ഥമുള്ളതാണിത്. പഴയ നിയമത്തിൽ കുഷ്ഠരോഗം വന്നവന് ദേവാലയത്തിൽ പ്രവേശിക്കാനോ ജനത്തിൻ്റെ കൂട്ടത്തിൽ നടക്കാനൊന്നും പറ്റില്ല. അവന് ഔട്ടാണ്, അവൻ പുറത്താണ്. അവനെ എല്ലാവരും കാണുന്നത് ആരോ പാപത്തിൻ്റെ പരിണിത ശാപം കിട്ടിയെന്നൊക്കെ അവർ കരുതിയിരുന്നത്. അങ്ങനെ ജനം അവരെ മാറ്റി നിർത്തിയിരുന്നു. സമൂഹം മുഴുവനും അവനെ മാറ്റി നിർത്തിയിരുന്നു. കുഷ്ഠരോഗം ബാധിച്ചവനെ മാറ്റി നിർത്തും. ദുർഗന്ധം വമിക്കുന്ന നമ്മുടെ ശരീരം മുഴുവൻ രോഗം ബാധിച്ചവന്. അപ്പോൾ ഇവനാണ് ഈശോയോട് പറയും, ഈശോയെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലൂക്കാസുവിശേഷം 6:18-19 അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി. അവനിൽ നിന്ന് ശക്തികളുണ്ടാകുന്നു. അപ്പോൾ ഇതിൽ വിശ്വസിച്ചാണ് ഇവൻ പറയുന്നത്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. അപ്പോൾ ഈശോ തൊട്ടു, അവനിലെ കുഷ്ഠം വിട്ടുമാറി, മുഴുവൻ മാറി. അവൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു. ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ഈശോ വലിയ സംഭവമായിട്ട് മാറി. പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് ഈ വചനം നമ്മൾ ധ്യാനിക്കുന്നത് എന്തിനു വേണ്ടി? ആത്മാവ് എന്താണ് നമ്മൾ പറയുന്നത്? ഇന്ന് നമ്മളോട് കർത്താവ് വചനം പറഞ്ഞത് നമുക്ക് വേണ്ടതൊരു ശുദ്ധിയാണ്. ഈ കുഷ്ഠരോഗി അവൻ ഒറ്റപ്പെട്ടവനായി തീരും. ഇന്ന് വിളിച്ചല്ലോ ഒറ്റപ്പെട്ടത്. എനിക്കാരുമില്ല, എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു, എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു, സഭ പോലെ എന്നെ പുറത്താക്കി, അധികാരികൾ എന്നെ പുറത്താക്കി, അവരൊന്നും ശരിയല്ല, എല്ലാവരും പ്രശ്നം. ശരിയായിരിക്കും, റൈറ്റ്. നമ്മളെയൊക്കെ ആളുകൾ പുറത്താക്കുന്നതിൻ്റെ പിന്നിൽ ഒരു കാര്യം, കുഷ്ഠമുള്ളത് കൊണ്ടാണ്. നമ്മൾ ചില കുഷ്ഠരോഗങ്ങൾ വരുമ്പോൾ ആളുകൾ നമ്മളെ പുറത്താക്കും, മനുഷ്യർ നമ്മളെ പുറത്താക്കും. ചില പറയാ, നിന്റെ സംസാരം ശരിയല്ല, നീ വായെടുത്ത തെറി പറയും, ശാപവാക്ക് പറയും, നീ ഉപദ്രവിക്കും, നീ മറ്റുള്ളവരെ വെറുപ്പ്, കുറ്റം പറയും. അപ്പം അങ്ങനെയുള്ളവരെല്ലാം ആളുകൾ മാറും. അവൻ ഒറ്റപ്പെടുന്നത് കാണാൻ പറ്റും. കുഷ്ഠം ബാധിച്ചവരുന്ന ആളുകൾ മാറുന്നു, ആളുകൾ അവനെ മാറ്റി നിർത്തുന്ന കാണാൻ പറ്റും. വീടുകളിൽ നിന്ന് പുറത്താക്കുന്ന കാണാൻ പറ്റും. ചില വിവാഹമോചനങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ മകളെയും കൊണ്ട് വീട്ടിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലാത്തൊരവസരം അവളെ പുറത്താക്കും. കുഷ്ഠരോഗം, ഉള്ളിലുള്ള കുഷ്ഠരോഗമുണ്ട്. ചിലപ്പോൾ മദ്യപാനത്തിൻ്റെ കുഷ്ഠരോഗം. ഇത് വരുമ്പോൾ എല്ലാവരും കൂടെ അവനെ പുറത്താക്കും. പുകവലിയുടെ കുഷ്ഠരോഗം, എല്ലാവരും കൂടെ അവനെ പുറത്താക്കും. ധനാസക്തി നിറഞ്ഞവന് പുറത്താക്കും. വ്യഭിചാരം നിറഞ്ഞവന്, നാട്ടുകാരെ ഓടിക്കവന് പുറത്താക്കും. കുഷ്ഠരോഗം വന്നവനെ പുറത്താക്കുന്നു. സഭയ്ക്കെതിരെ കുറ്റം പറയുന്നവരെ പുറത്താക്കും. പ്രത്യേക രീതിയിൽ കുറ്റം പറഞ്ഞ വെച്ചാൽ നശിപ്പിക്കുന്ന രീതിയിൽ കുഷ്ഠം വന്നവർ. ഒരുപാട് അസൂയ, പരദൂഷണം, വിമർശനം, കുഷ്ഠം ബന്ധിച്ച ഒരുപാട് ഹൃദയങ്ങളുണ്ട്. കുഷ്ഠം ബാധിച്ച ജീവിതങ്ങൾ വിമർശിക്കുന്ന, പീഡിപ്പിക്കുന്ന ആളുകൾ, അവൻ ശരിയല്ല, കള്ളത്തരം കാണിക്കുന്ന, കട്ടെടുക്കുന്നവൻ, കുഷ്ഠരോഗം മാറ്റി അവനെ എല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മളും ഒറ്റപ്പെടുത്തും, എല്ലാവരും ഒറ്റപ്പെടുത്തും. നമ്മളെ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തും. കുഷ്ഠം ബാധിച്ചവനെ ആളുകൾ മാറ്റി നിർത്തും. അവനെ കൂട്ടത്തിൽ കൂട്ടിയാൽ ശരിയാകത്തില്ല, അവൻ പ്രാർത്ഥിക്കത്തില്ല. കുഷ്ഠം വരുന്നത്, കുഷ്ഠമുള്ള വീട്ടിൽ പോലും ഭാര്യ ഭർത്താവിനെ ചില പുറത്താക്കും, ഭർത്താവ് ഭാര്യയെ പുറത്താക്കും.
അങ്ങോട്ടും ഇങ്ങോട്ടും കുഷ്ഠം. ഈ അപ്പം നമ്മൾ തന്നെ ശരിയാ, ചില കുഷ്ഠരോഗം കൊണ്ട് മാറുന്നില്ല, ചിലക്കൊണ്ട് ചില അഡിക്ഷനാ, അതെല്ലാം കുഷ്ഠ. ടെലിവിഷൻ അഡിക്ഷൻ കുഷ്ഠാണത്. സീരിയൽ അഡിക്ഷൻ കുഷ്ഠം പിടിച്ച മനസ്സാണത്. കുഷ്ഠരോഗിയാണവൻ, നിരാശ നിറഞ്ഞവൻ, അപവാദം പറയുന്നവൻ. ഇങ്ങനെ കുഷ്ഠം ബാധിച്ച പല സംഭവങ്ങൾ. ഒരു കുടുംബത്തിൽ ഒരു കുഷ്ഠം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് മുഴുവൻ അസ്വസ്ഥതയില്ല. പാപം നിറഞ്ഞ ചില വ്യക്തികളുണ്ട്. വ്യഭിചാരം, വഴിവിട്ട ബന്ധം, അവിഹിത ബന്ധം, മദ്യപാനം, കുഷ്ഠ, എല്ലാം കുഷ്ഠങ്ങളാ. പണക്കുതി, അയൽക്കാരൻ്റെ പറമ്പ് മാന്തുന്നു, അത് കുഷ്ഠരോഗം. ചില കൊണ്ട് അവൻ ഇരിക്കപ്പെടുകയില്ല. അയൽക്കാരനെ ഉപദ്രവിക്കാതെ അവൻ ജീവിക്കാൻ പറ്റിയല്ല. അപ്പോൾ ആളുകൾ പേടിക്കും, ഇവനെ മാറുക, അലവനെ മാറ്റുക. ചിലവർ അച്ഛാ ഇവിടുന്ന് ശരിയാകുന്നില്ല, മാറുക. കാരണം അവിടെ കുഷ്ഠരോഗികളാ. വളർത്തിയല്ല, നിലനിർത്തത്തില്ല, മുന്നോട്ട് കൊണ്ടുപോകുകയില്ല. ഭിന്നത ഉണ്ടാക്കും, ഗ്രൂപ്പിസം ഉണ്ടാക്കും. കുഷ്ഠം ബാധിച്ച ആളുകൾ. നമുക്കറിയാം നമ്മൾ കുഷ്ഠമുണ്ടെന്ന്. ചില പ്രത്യേക കുഷ്ഠങ്ങൾ നമ്മളെ ബാധിച്ചു. നിരാശയുടെ, വെറുപ്പിൻ്റെ, പകയുടെ, കോപത്തിൻ്റെ കുഷ്ഠം. ഇത് മാറാൻ അറിയാം, ഞാൻ ഒറ്റപ്പെട്ടു, പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല, എനിക്കിനി മുന്നോട്ട് പോകാം. അതുകൊണ്ട് ഒറ്റപ്പെടുകയോ. ഒത്തിരി പേര് ഒരുപാട് ആളുകൾ ഒറ്റപ്പെടുക. ചിലപ്പോൾ ഒരിടത്തും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഒരിടത്തും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചില വിവാഹമോചനം നടക്കും. ഇന്ന് 2, 3 വിവാഹമോചനം നടക്കാത്ത സംഭവങ്ങൾ കാണാം. ഒന്നിനെ കാരണം ഈ കുഷ്ഠം നിൽക്കുന്നുണ്ട്. ഇവളെവിടെ ചെന്നാലും അവളെ ആളുകൾ പുറത്താക്കുക. പണക്കൊതിയാണ് ഇവൾക്ക്, ആഡംബരത്തിൻ്റെ കുഷ്ഠബോധം. പേര് വേണം, പെരുമ വേണം, വലിയ വീട്ടിലാകണം, സൗകര്യം വേണം, എല്ലാം വേണം, എല്ലാം അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇത് കുഷ്ഠ. ഒന്നും പോരാ, തികയല, അത്യാർത്ഥി, ഉള്ളിക്കറുക. ഈ കുഷ്ഠം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ മറ്റുള്ളവരെ പുറത്താക്കും. അല്ലെങ്കിൽ നമ്മൾ തനിയങ്ങ് മാറാൻ നോക്കും. എല്ലായിടത്തും മാറും, നമ്മൾ മാറും, ഒറ്റപ്പെടാൻ നോക്കും. കാരണം ഉള്ളിൽ കുഷ്ഠം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യാക്കോബ് ലേഖനം 1:21 ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങൾ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. യാക്കോബ് ലേഖനം 1:15 ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം അതിൻ്റെ പൂർണ്ണ വളർച്ചയിൽ മരണത്തെ ജനിപ്പിക്കുന്നു. തിത്തോസിന്റെ ലേഖനം 1-ാം മുതൽ വചനം പറയാണ്, അഹങ്കാരിയോ, ശുപ്രകോപിയോ, മദ്യപനോ, അക്രമാസക്തനോ, ലാഭക്കൊതിയനോ ആയിരിക്കരുത്. ഇതെല്ലാം തിന്മയുടെ മേഖലകൾ കയറിക്കഴിഞ്ഞാൽ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഒറ്റപ്പെടും, നമ്മൾ തകർക്കപ്പെടും, നമ്മൾ അവഗണിക്കപ്പെടും. 1 തിമോത്തി 1-ാം 8 മുതൽ വചനം ഉചിതമായി കൈകാര്യം ചെയ്യുന്നെങ്കിൽ നിയമം നല്ലതാണ്. നമുക്കറിയാം, നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല, മറിച്ച് നിയമ നിഷേധകർ, അനുസരണമില്ലാത്തവർ, ദൈവഭക്തിയില്ലാത്തവർ, പാപികൾ, വിശുദ്ധിയില്ലാത്തവർ, ലൗകികർ, പിതാവിനെയോ മാതാവിനെയോ മറ്റ് മനുഷ്യരെ വധിക്കുന്നവർ, അസന്മാർഗികൾ, സ്വവർഗഭോഗികൾ, ആളുകളെ അപഹരിച്ചു കൊണ്ടുപോകുന്നവർ. ആളുകളെ അപഹരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകും, ആണുങ്ങളെ തട്ടിക്കൊണ്ടുപോകും. ഇതെല്ലാം കുഷ്ഠം പിടിച്ച സംഭവമാണ്. കുഷ്ഠമുള്ളവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയല്ല. ഈ കുഷ്ഠം വലിയ പ്രശ്നമാണ്. അവിടെ നിങ്ങളുടെ പല മക്കൾക്കും കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങും. തൃപ്തിയില്ലാത്ത മക്കൾ, തൃപ്തിയില്ലാത്ത ഒന്നും അംഗീകരിക്കാത്ത മക്കൾ, പള്ളിയിൽ പോകാൻ, അതെല്ലാം കുഷ്ഠരോഗം. എല്ലാം പിന്നെ പരദൂഷണം പറഞ്ഞു പറയുന്നത്, അത് കുഷ്ഠരോഗം. അപ്പോൾ അസന്മാർഗികൾ, സ്വർഗഭോഗികൾ, ആളുകളെ അപഹരിച്ചു കൊണ്ടുപോകുന്നു, നുണയന്മാർ, അസത്യവാദികൾ, ഇതിനെക്കുറിച്ചൊക്കെ പറയുക. ഇതെല്ലാം കുഷ്ഠരോഗമാണ്. അപ്പം ഇതെല്ലാം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റപ്പെടും. ഈ ഒറ്റപ്പെടുന്നവൻ പിന്നെ പോയിരുന്നു, പിന്നെ വീണ്ടും അവൻ അഴുകും. അതാണ് കുഷ്ഠരോഗം വന്നാൽ പിന്നെ ഇത് മാറാത്തൊരു രോഗം പോലെ പറയുന്നത്. അത് വീണ്ടും കൂടുകയാണ്. അതിങ്ങനെ ആദ്യം ചെറിയ ചെറിയ പരുക്കളുണ്ടായിട്ട് അതങ്ങ് വളർന്ന് വീർത്ത് പൊട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുഷ്ഠരോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒറ്റപ്പെടും, വിജയമില്ല, എല്ലാം തകരുക. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെയുള്ളൊരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറയാ, കർത്താവേ, എനിക്കൊന്ന് മാറണം, എൻ്റെ ഇതെല്ലാം ഒന്നും ഈ അശുദ്ധിയെല്ലാം ഒന്നും മാറണം, എല്ലാം മുഴുവൻ അശുദ്ധി ഒന്ന് മാറിയിട്ട് എനിക്ക് വിശുദ്ധീകരിക്കപ്പെടണം. കരയണവൻ. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. അങ്ങനെ പ്രാർത്ഥിക്കണം. കുഷ്ഠരോഗികൾ, ഇങ്ങനെയുള്ള കുഷ്ഠങ്ങളുള്ളവർ ദൈവമേ
എന്നെ സഹായിക്കണം യേശുവേ, എന്നെ സഹായിക്കണേ, എന്നെ രക്ഷിക്കണമേ, എന്നെ സുഖപ്പെടുത്തണമേ എന്ന് കരയണം. ശരിക്കും കരയണം. അങ്ങനെ കരയുമ്പോൾ കർത്താവ് നിന്നെ തൊടുന്ന അനുഭവം ഉണ്ടാവും. കർത്താവ് നിന്നെ സ്പർശിക്കുന്ന അനുഭവം ഉണ്ടാവും. സൗഖ്യം നൽകുന്ന അനുഭവം ഉണ്ടാവും. അപ്പോൾ ഈശോ അവനെ തൊട്ടു. നീ സുഖം പ്രാപിച്ചിരിക്കുന്നു, നീ ശുദ്ധിയുള്ളവനാകട്ടെ. അതേ മക്കളെ, ഒരു ഒറ്റ കാര്യമുള്ളൂ. നമുക്ക് തന്നെ എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരുപാട് അശുദ്ധി നമ്മളിലുണ്ട്. അച്ഛാ, ഞാൻ ഒരുപാട് ഓടി അച്ഛാ, ഒരുപാട് ആളുകളുടെ അടുക്കൽ പോയി, ഒരുപാട് കൗൺസിലിംഗ് നടത്തി അച്ചു, എന്നിട്ടൊന്നും എൻ്റെ ഈ സ്വഭാവം മാറുന്നില്ല അച്ഛാ. എൻ്റെ ആർത്തി മാറുന്നില്ല, എൻ്റെ അത്യാർത്തി മാറുന്നില്ല, ധനാസക്തി മാറുന്നില്ല, അശുദ്ധി മാറുന്നില്ല. ഇതെന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർ പള്ളിയിലോട്ട് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിട്ട് മുട്ടുകുത്തിയിട്ട് തിരുവോസ്തിയിലിരിക്കുന്നത് ദൈവമാണെന്നറിഞ്ഞ് അദൃശ്യനായ ദൈവം അതിലുണ്ട്. കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, നിൻ്റെ രക്തമാണെന്ന് പറയുമ്പോൾ ശരീരവും രക്തമാണ്, അതിനകത്ത് ഈശോ ഉണ്ടാകണമല്ലോ. ഉണ്ടെന്ന് വിശ്വസിച്ച് കരഞ്ഞോട്, ഈശോയെ അങ്ങ് കൈ നീട്ടി എന്നെ തൊടാൻ പറ. ഈശോ തൊട്ടാൽ മതി. അതെ, ഈ അശുദ്ധി മാറണമെങ്കിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിന്നെ തൊടണം. അനുഭവം കൂട്ടി ഒത്തിരി പേര് നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. ഈശോ തൊട്ട് കഴിഞ്ഞപ്പോൾ, ഈശോയുടെ സ്പർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ തനിയേ അശുദ്ധിയെല്ലാം മാറി. ദുർമോഹം വിട്ടുപോയി, ആസക്തി വിട്ടുപോയി. മദ്യപാനം, ബഹോലി, മയക്കുമരുന്ന്, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗരതിയ്, പണക്കൊതിയ്, ടെലിവിഷൻ ഭ്രമം, അശുദ്ധി എല്ലാം വിട്ടുപോയി. അതിൻ്റെ വിശുദ്ധി നിറഞ്ഞു. ഹൃദയത്തിലേക്ക് നല്ലതിനെ തേടാൻ തുടങ്ങി, വിശുദ്ധമായതിലേക്ക് തിരിയാൻ തുടങ്ങി, വിശുദ്ധമായത് ആഗ്രഹിക്കാൻ തുടങ്ങി, വിശുദ്ധമായതിലേക്ക് തിരിഞ്ഞു, അഭിഷേകത്തിലേക്ക് തിരിഞ്ഞു. അതേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഹൃദയത്തിൽ വലിയൊരു മാറ്റമുണ്ടാകട്ടെ. ഈശോയോട് ഈശോ എന്നെ തൊടണമേ, പ്രാർത്ഥിക്കുക, എൻ്റെ മക്കളെ തൊടണമേ. കുഷ്ഠം പിടിച്ച് എൻ്റെ മകനെ തൊടണം, കുഷ്ഠം പിടിച്ച് എൻ്റെ മകളെ തൊടണം, എൻ്റെ ഭർത്താവിനെ തൊടണം, എൻ്റെ ഭാര്യയെ തൊടണം, അപ്പനെ അമ്മയെ തൊടണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. കരഞ്ഞു പ്രാർത്ഥിക്കുക, നിലവിളിച്ച് പ്രാർത്ഥിച്ച്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിൻ്റെ ജീവിതം കാളെ തൊടുന്ന അനുഭവം ഉണ്ടാവും. ധ്യാനത്തിലൊക്കെ വന്നിട്ട് കരയണം, ഈശോ തൊടണം. കർത്താവ് തൊട്ടു, കർത്താവ് കൂടുതലൊന്നും പറഞ്ഞില്ല, ഈശോ അങ്ങ് തൊട്ടു. ഈശോയുടെ കൈകൾ എന്നെ തൊട്ടാൽ കർത്താവേ അത് മതി. അത് നിന്നു കൊടുക്കണം, ഒട്ടുകുത്തണം, കരയണം, അനുദപിക്കണം. അല്ലാണ്ട് കുഷ്ഠം മാറില്ല. അതുകൊണ്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന മക്കളെ, ശരിയാണ്, നമ്മളെല്ലാവരും തിരസ്കരിക്കപ്പെട്ടെന്ന് പറഞ്ഞ് കരയുമ്പോൾ ഒന്ന് ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കി, എൻ്റെ ഉള്ളിലെ കുഷ്ഠം കൊണ്ടാണോ എല്ലാവരും എന്നെ അകറ്റിയത്? എൻ്റെ ഉള്ളിലെ കുഷ്ഠം കൊണ്ടാണോ അഹങ്കാരം, ഞാനെന്ന ഭാവം, പിടിവാശി, ഇതുകൊണ്ടാണ് എല്ലാവരും എന്നെ പുറത്താക്കിയത്? എൻ്റെ ചിന്താഗതികൾ, എൻ്റെ പ്രത്യേക ബോധ്യങ്ങൾ, റാങ് കോൺഷ്യൻസ്. എങ്കിലത് മാറണം. അത് മാറ്റാൻ നിനക്ക് പറ്റുന്നില്ല, നിനക്കാവില്ലത്. ഒരു പക്ഷേ മറ്റു പലതും നിനക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരാം, വലിയ വലിയ കാര്യങ്ങൾ പണിതുയർത്താൻ പറ്റിയെന്ന് വരാം. പക്ഷേ ഈ കുഷ്ഠം മാറ്റാൻ പറ്റുന്നില്ലല്ലേ? ഈ കുഷ്ഠം മാറ്റാൻ പറ്റില്ല. അതെടുത്തു മാറ്റുവാൻ ഒരേ ഒരാൾക്ക് മാത്രം, നസ്രായനായ യേശുവിന് മാത്രം. ഈശോയെ എൻ്റെ തൊടണേ, അങ്ങയുടെ കരങ്ങൾ എന്നെ നീട്ടി തൊടണമെന്ന് പ്രാർത്ഥിച്ചേ. ഈശോ കൈ നീട്ടി അങ്ങ് തൊടും. തൊടുമ്പോൾ നീ ശുദ്ധീകരിക്കപ്പെടും. സ്നേഹിതൻ, നാഥൻ, ദൈവം. എല്ലാവരും ഹൃദയം തുറന്ന് വിളിക്കട്ടെ. യേശു, യേശു, സ്നേഹിതൻ, നാഥൻ, ദൈവം. സൗഖ്യങ്ങളുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, സകല ബന്ധനങ്ങൾ അടിയട്ടെ യേശുനാമത്തിൽ. എല്ലാ പൈശാചിക പീഡകളും വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. അടിയട്ടെ സത്താന്റെ പീഡകൾ മുഴുവൻ വിട്ടുപോകട്ടെ, പാപശക്തികൾ വിട്ടുപോകട്ടെ, അന്ധകാരം വിട്ടുപോകട്ടെ, രോഗപീഡകൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ.
അശുദ്ധാത്മാക്കൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ. യേശുനാമത്തിൽ രോഗപീഠകൾ വിട്ടുപോകട്ടെ യേശുനാമത്തിൽ അശുദ്ധ ശക്തികൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ പാപശക്തികൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ കുടുംബത്തിലെ ബന്ധനം കഴിഞ്ഞു പോകട്ടെ. യേശുനാമത്തിൽ തകർച്ചകൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ നിരാശ വിട്ടുമാറും. യേശുനാമത്തിൽ സമാധാനം നിറയട്ടെ. യേശുനാമത്തിൽ സന്തോഷം നിറയട്ടെ. യേശുനാമത്തിൽ ആനന്ദം നിറയട്ടെ. യേശുനാമത്തിൽ പ്രത്യാശ നിറയട്ടെ. യേശുനാമത്തിൽ വിശ്വാസം ലഭിക്കട്ടെ. യേശുനാമത്തിൽ കൃപ നിറയട്ടെ. യേശുനാമത്തിൽ സമാധാനം നിറയട്ടെ. ഈ യേശുനാമത്തിൽ വചനത്തിന്റെ ശക്തി നിറയട്ടെ. യേശുനാമത്തിൽ അനുതാപം ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ പാപബോധം ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. യേശുനാമത്തിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കട്ടെ. ഈ യേശുനാമത്തിൽ കുടുംബത്തിൽ പരിശുദ്ധാത്മാ തീമഴ പെയ്തിറങ്ങട്ടെ. യേശുനാമത്തിൽ പരിശുദ്ധാത്മാ തീമഴ പെയ്തിറങ്ങട്ടെ. യേശുനാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുനാമത്തിൽ കരങ്ങളുയർത്തി ഈശോയെ എന്ന് വിളിച്ച് ഈശോയേ. ഈശോയെ എല്ലാവരും വിളിച്ചു പാടും. സ്നേഹിതൻ നാഥൻ ദൈവം സംഭവിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു സംഭവിക്കട്ടെ. യേശു അഭിഷേകം യേശു സ്നേഹിതൻ നാഥൻ ദൈവം അഭിഷേകം കൊടുക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 കർത്താവ് അടുത്തേക്ക് വന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ വ്യക്തിയുടെ അടുക്കലേക്ക് ഈശോയെ അങ്ങ് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ അങ്ങ് പ്രത്യക്ഷപ്പെടണം. ഹല്ലേലൂയ യഹോവനായ കർത്താവേ, ഇപ്പോൾ ആരെല്ലാം ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് കണ്ണുനീരൊടുക്കി പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം അങ്ങ് പ്രത്യക്ഷപ്പെടണം. സ്നേഹം തന്നെയായ ദൈവമേ, കരുണ തന്നെയായ ദൈവമേ, സൗഖ്യം നൽകുന്ന കർത്താവ്, വിടുതൽ നൽകുന്ന കർത്താവ്, എല്ലാ മക്കൾക്കും പ്രത്യക്ഷപ്പെടണം. പ്രത്യക്ഷപ്പെടണം. അത്ഭുതങ്ങൾ കൊടുക്കണം കർത്താവ്. കണ്ണുനീരൊപ്പണം കർത്താവ്. തുടച്ചു മാറ്റണം. വഴി കാണിച്ചു കൊടുക്കണം. ശക്തി കൊടുക്കണം. ശക്തിയോടെ കർത്താവേ കരുണയായിരിക്കണം. അനുഗ്രഹിക്കണം കർത്താവ്. കർത്താവായ യേശു തിരുസഭയിലൂടെ എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ കൃപയുടെ ഈ അധികാര ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആജ്ഞാപിക്കുന്നു. ഈ കൂട്ടായ്മയിലുള്ള ഓരോ മകനിലും ഓരോ മകളിലും കുടുംബത്തിലുമുള്ള ബന്ധനങ്ങൾ കെട്ടുകളുടെ മേലും കൽപ്പിക്കുന്നു. സാത്താന്റെ ചങ്ങലകൾ കൽപ്പിക്കുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവയെ ബന്ധിക്കുന്നു 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 ബഹിഷ്കരിക്കുന്നു. ചങ്ങലകൾ പൊട്ടട്ടെ, യേശുനാമത്തിൽ പൊട്ടട്ടെ. എന്നാൽ അവിടുന്ന് പിച്ചളവാതുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകൾ ഒട്ടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളായ ദുരിതത്തിലായി എല്ലാ ഭക്ഷണത്തെയും കൊടുത്തു. വൃത്തിക്ക് അവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടത്തിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവർ തന്റെ വചനമയച്ചവരെ സുഖപ്പെടുത്തി വിനാശം വിടുവിച്ചു. നമുക്ക് സ്തുതിക്കാം. സംഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ